ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. SPC എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് സെലക്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മളൊരു റിവിഷൻ ക്ലാസ് ആണ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. SPCയുടെ പൂർണ്ണരൂപം എന്താണ്? SPCയുടെ പൂർണ്ണരൂപം സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്. SPCയുടെ പൂർണ്ണരൂപം സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്. SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം. SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം 2010 ഓഗസ്റ്റ് 2. 2010 ഓഗസ്റ്റ് 2-നാണ് SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ചത്. SPC ദിനം ആചരിക്കുന്നതെന്ന്. SPC ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 2-നാണ്. SPC ദിനം ആചരിക്കുന്നത് ഓഗസ്റ്റ് 2-നാണ്. SPC പതാകയുടെ നിറം എന്താണ്? SPC പതാകയുടെ നിറം. ഉത്തരം നീലയാണ്. SPC പതാകയുടെ നിറം എന്താണ്? നീല. SPC പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് എന്നാണ്? SPC പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 2010 ഓഗസ്റ്റ് 27. SPC പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് 2010 ഓഗസ്റ്റ് 27-നാണ്. അടുത്ത ചോദ്യം നോക്കൂ. SPC കേഡറ്റ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? SPC കേഡറ്റ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 27-നാണ്. എന്നാണ്? ഓഗസ്റ്റ് 27-ന്. അടുത്ത ചോദ്യം. കേരളത്തിൻ്റെ നിലവിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൻ്റെ നിലവിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ. ആരാണ് കേരളത്തിലെ നിലവിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി? അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ. അടുത്ത ചോദ്യം നോക്കൂ. SPC വിർച്വൽ ക്ലാസ്സിൽ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയം ആരുടെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? SPC വിർച്വൽ ക്ലാസ്സിൽ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയം ആരുടെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഉത്തരം മഹാത്മാഗാന്ധി. എന്താണ്? മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം നോക്കൂ. SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? ഉത്തരം വരുന്നത് ജില്ലാ കലക്ടറാണ്. SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ജില്ലാ കലക്ടർ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ശ്രീമതി ദ്രൗപദി മുർമു. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ശ്രീ നരേന്ദ്രമോദി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. കേരളത്തിൽ ഏത് സംസ്ഥാനത്തു നിന്നുള്ള സഹായത്തോടെയാണ് കേരളത്തിലെ സ്കൂളുകളിൽ SPC പദ്ധതി ആരംഭിച്ചത്? കേരളത്തിൽ ഏത് സംസ്ഥാനത്തു നിന്നുള്ള സഹായത്തോടെയാണ് കേരളത്തിലെ സ്കൂളുകളിൽ SPC പദ്ധതി ആരംഭിച്ചത്? ഉത്തരം രാജസ്ഥാൻ. അടുത്ത ചോദ്യം. കേരളത്തിലെ SPCയുടെ ഫൗണ്ടർ ആരാണ്? കേരളത്തിലെ SPCയുടെ ഫൗണ്ടർ ആരാണ്? ഉത്തരം P. വിജയൻ IPS. കേരളത്തിലെ SPCയുടെ ഫൗണ്ടർ P. വിജയൻ IPS. അടുത്ത ചോദ്യം. SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആര്? SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. ആരാണ്? സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനാണ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. SPC പ്രൊജക്റ്റിനെ അഭിനന്ദിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? SPC പ്രൊജക്റ്റിനെ അഭിനന്ദിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് SPC പ്രൊജക്റ്റിനെ അഭിനന്ദിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ഏതാണ്? തിരുവനന്തപുരത്താണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ കേഡറ്റ് ഡേ എന്നാണ്? നാഷണൽ കേഡറ്റ് ഡേ എന്നാണ്? ഉത്തരം ജനുവരി 17. നാഷണൽ കേഡറ്റ് ഡേ എന്നാണ്? ജനുവരി 17-നാണ്. അടുത്ത ചോദ്യം. ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമി ഏത് നേതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്നു? ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമി ഏത് നേതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ.
2025 ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2025 ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഉത്തരം വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ല. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം. അടുത്ത ചോദ്യം, ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11-നാണ്. അവസാന ചോദ്യം ഇതാണ്, ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം അനുച്ഛേദം 21A. അപ്പോൾ നിങ്ങൾക്കായൊരു ചോദ്യം തരാം. ചോദ്യം നോക്കിക്കോളൂ. SPC പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് എന്നാണ്? SPC പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് എന്നാണ്? ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളുക, അല്ലാത്തവർ ആ ചോദ്യം ഉത്തരം പോയൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.